എന്തൊരു വേദന. ദമ്മേ, തലവേദനയുടെ ഗുളിക. അതെ, സഹിക്കാൻ പറ്റണില്ലെങ്കിൽ മാത്രം ഗുളിക കഴിച്ചാൽ മതി. അല്ലെങ്കിൽ വല്ല ബാമും വാങ്ങിച്ചു തരാം. ഗുളിക കഴിക്കാം. ഇനി വീട്ടിൽ തിരിച്ചു ചെന്നാലേ ഒരു സമാധാനമാവുള്ളൂ. എപ്പോഴാ വീട്ടിൽ പോകുന്നെന്ന് ചോദിച്ചു കിടക്കാം മാധവേട്ടൻ. അച്ഛാ, വീട്ടിൽ പോയാലും നല്ല വിശ്രമം വേണം. ഒരു ജോലി എടുക്കാൻ പറ്റില്ല. ഒരു ജോലി എടുക്കുന്നില്ല. അവിടെ വീട്ടിൽ ചെന്ന് കയറിയാൽ തന്നെ പകുതി അസുഖം മാറും. അച്ഛാ, ഹരിയങ്ങളിപ്പോ വിളിച്ചിരുന്നു. അച്ഛന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. സമയം കിട്ടിയാ അച്ഛനെ കാണാൻ വരുമെന്നാ പറഞ്ഞു. അദ്ദേഹം ഒന്ന് വന്നിരുന്നെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ പറയായിരുന്നു. അച്ഛൻ എന്റെ ഒരു കാര്യവും ആരോടും പറയാനൊന്നും പോണ്ട. പിന്നെ നന്ദന്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പോവാ നീ? ഞാൻ സിദ്ധാർത്ഥ സാറിനോട് പറഞ്ഞപ്പോ എത്രയും പെട്ടെന്ന് എല്ലാം ശരിയാവുന്നല്ലേ സാറ് പറഞ്ഞത്? അതൊക്കെ പിന്നെ ചർച്ച ചെയ്യാം. ആദ്യം തീർക്കേണ്ട മറ്റു കാര്യങ്ങളുണ്ട്. അല്ല, മറ്റെന്ത് കാര്യം? അതൊക്കെ ചേച്ചിക്ക് അറിയാം. ദേവികെ, നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാ നന്ദൻ. അപ്പൊ നമ്മൾ ഇത്തിരി താണ് കൊടുത്താലും സാരമില്ല. താലി കെട്ടിയ ആളാണെന്നുള്ള സെന്റിമെന്റ്സ് ഒന്നും ഇക്കാര്യത്തിൽ കിട്ടില്ല അച്ഛാ. താലി കെട്ടിയ ആളിനെ പോലെ തന്നെ അവകാശങ്ങളുണ്ട് കഴുത്ത് നീട്ടിക്കൊടുത്ത ആൾക്കും. ചേച്ചി MLA കൂടിയാ. നാട്ടുകാരുടെ കാര്യങ്ങൾ നോക്കണ്ടേ? നല്ലത് ചെയ്താൽ അവര് 10 ജൈവിളിയെങ്കിലും വിളിക്കും. അല്ലാതെ അവഹേളിച്ച് ചവിട്ടി തേക്കില്ല. ഭർത്താവ് ചെയ്തു കൂട്ടിയ വലിയ ക്രൂരതകൾ മറച്ചുവെച്ച് കൂടെ കൂടാൻ പറയുന്നതേ ക്രിമിനൽ കുറ്റമാ. ശാരികേ, നീ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടാണോ സംസാരിക്കുന്നത്? എന്ത്? ഒന്നുമില്ലമ്മേ. ശരി, നീങ്ങ വന്നേ, വാ. അല്ല, ഈ പിള്ളേര് ചില നേരത്ത് പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയോ നമ്മളോട് മറയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്.